ഇടുക്കി ശാന്തൻപാറയിലെ CHR വനമേഖലയിൽ വീണ്ടും അനധികൃത പ്രവർത്തനങ്ങൾ. അതിർത്തി പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന 42 ഹെക്ടർ പ്രദേശത്താണ് മരം മുറിക്കലും കുഴിയെടുക്കലും നടക്കുന്നത്. വനംവകുപ്പ് അന്വേഷണം ആരംഭിച്ചു. ഇക്കാര്യത്തിൽ നിതിൻ തോമസ് ചേരുന്നുണ്ട് നമ്മോടൊപ്പം വിവരങ്ങളുമായി. നിതിൻ, ഗുഡ് മോർണിംഗ്. വീണ്ടും അനധികൃത നടപടികൾ ആ ഭാഗങ്ങളിൽ നടക്കുന്നു. ഇത് തടയിടാൻ ആരുമില്ലേ? ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത്? വിശദവിവരങ്ങൾ എന്താണ് നിതിൻ? മോത്തി, ഗുഡ് മോർണിംഗ്. ഈ പശ്ചിമഘട്ട മലനിരകളിൽപ്പെട്ട ഏകദേശം 42 ഹെക്ടർ ഭൂമി, അതായത് ഏകദേശം 100 ഏക്കറിന് മുകളിൽ ഭൂമിയിലാണ് ഇപ്പോൾ വീണ്ടും അനധികൃത പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നത്. ഒരാഴ്ച മുമ്പ് ഇതേ പ്രദേശത്ത് ഉൾപ്പെടുന്ന മറ്റൊരു 1 ഏക്കർ ഭൂമിയിൽ 150ഓളം മരങ്ങൾ മുറിച്ചു മാറ്റിയ പ്രശ്നം വന്നിരുന്നു. അത്തരത്തിൽ ആ പ്രശ്നം വന്നപ്പോഴും വനം വകുപ്പ് നടപടിയെടുത്തിരുന്നു. പക്ഷേ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു ആക്ഷേപം എന്ന് പറയുന്നത് ഈ മരം മുറി നടന്ന് ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് വനം വകുപ്പ് ഇത്തരത്തിലൊരു അതിനെതിരെ ഒരു നിയമ നടപടികളിലേക്ക് കടന്നു എന്നുള്ള ഒരു ആക്ഷേപം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ ശാന്തൻപാറ വില്ലേജിൽ, ഇതേ വില്ലേജിൽ ഉൾപ്പെടുന്ന പേത്തോട്ടി താവളത്തിൽ ഇത്തരത്തിൽ 100 ഏക്കർ ഭൂമിയിൽ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നത്. മരങ്ങൾ മൂടോടെ പിഴുതു മാറ്റുകയും വലിയ കുഴികൾ രൂപപ്പെടുത്തുകയുമാണ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു പക്ഷേ ആ ദൃശ്യങ്ങളിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. മരങ്ങൾ മൂടോടെ പിഴുതു മാറ്റിയിട്ട് വലിയ രീതിയിലുള്ള കുഴികളാണ് എടുത്തിരിക്കുന്നത്. ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ വലിയ തോതിൽ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ മഴ ലഭിക്കുമ്പോൾ തന്നെ ഈ പശ്ചിമഘട്ട മലനിരകളിലെ ലോല പ്രദേശമായതുകൊണ്ട് തന്നെ ഈ കുഴികളിൽ വെള്ളം നിറയുകയും ഈ കുഴികളിൽ നിന്ന് മണ്ണിടിച്ചിലിനുള്ള സാധ്യത ഏറുകയും ചെയ്യും. അതുപോലെ തന്നെ 100 ഏക്കർ സ്ഥലമാണ്. ഇത്രയും വലിയൊരു ഭൂപ്രദേശം, ഇത് തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. അപ്പോൾ ഈ ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഈ മലനിരകളിലേക്ക് കടന്നു പോകുന്നു. ഇതൊരു ഏലം റീപ്ലാന്റ് ചെയ്യുന്നതിന്റെ മറവിലാണ് ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഏലത്തോട്ടത്തിന് നടുവിലൂടെ ഈ വണ്ടികൾക്ക് കയറിപ്പോകാൻ പറ്റുന്ന രീതിയിൽ പാത ഒരുക്കിയിട്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വരുന്ന മറ്റൊരു ആക്ഷേപം എന്ന് പറയുന്നത് ഈ ഇതിന്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു നമുക്ക് ഈ റിസോർട്ടുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ വലിയൊരു വ്യൂ കിട്ടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ വലിയൊരു കാഴ്ച ലഭിക്കും ഈ മുകൾ പ്രദേശത്ത് നിന്ന്. അതുപോലെ തന്നെ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. അത്തരത്തിൽ ഇത്തരമുള്ള ഈ ഏലം റീപ്ലാന്റ് ചെയ്യുന്നതിന്റെ മറവിൽ മരങ്ങൾ പിഴുതു മാറ്റുകയും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തി ഈ പാതയൊക്കെ തീർച്ചയായിട്ടും ഇതിൽ വലിയ അന്വേഷണം വേണ്ടതാണ്.